വിത്തൗട്ട് ലൈനിങ് റൗണ്ട് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനൊക്കെ മുന്നേ ആദ്യം നമുക്ക് നമ്മളെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3.5 കേട്ടോ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ലെങ്ത് എടുത്തിരിക്കുന്നത് 5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇത് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ 2 പോയിന്റും കൂടി ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നത്. അതിനായിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ആ വരച്ചത് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് വെട്ടിയെടുത്തിട്ട് നമ്മളെ തുണീൻ്റെ നല്ല ഭാഗവും ഇതേപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം ഈ റൗണ്ട് നെക്കിൻ്റെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്കിന്നെ മറയ്ക്കാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ലൈനിങ്ങിൽ കൂടി ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ മറിച്ചിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. നെക്ക് ഇതേപോലെ മറിച്ച ശേഷം അതിൻ്റെ അറ്റത്തു കൂടി ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ലൈനിങ് വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മളൊരു ചെറിയൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.